നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനർജനി അഭയ കേന്ദ്രത്തിലെ പീഡനം, പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ്, മാധ്യമങ്ങൾക്ക് നേരെ നഗ്നതാ പ്രദർശനം, മാധ്യമപ്രവർത്തകർക്കും പോലീസിനും നേരെ അസഭ്യം. വീണ്ടും ടിപ്പർ അപകടം. പത്തനാപുരം പട്ടാഴി ആറാട്ടുപുഴയിൽ ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പട്ടാഴി മെതുകുമ്മേൽ സ്വദേശി വിനീതാണ് മരിച്ചത്. ഒരേ ദിശയിൽ വരികയായിരുന്ന ടിപ്പറും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. മൊബൈൽ ഷോപ്പിൽ നിന്നും പണവും ഫോണുകളും കവർച്ച ചെയ്തു. കേസിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ സ്ഥാപനത്തിലായിരുന്നു മോഷണം. വിശദമായ വാർത്തകളിലേക്ക്. പുനർജനി അഭയ കേന്ദ്രത്തിലെ പീഡനം, പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ ഇയാൾ മാധ്യമങ്ങൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തി. മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും അസഭ്യം പറഞ്ഞു. തെന്മല അഭയകേന്ദ്രത്തിൽ വയോധികമാർ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ദൃശ്യം പകർത്തിയ മാധ്യമങ്ങൾക്ക് നേരെ തുപ്പി ബ്രഹ്മദാസ്. ഒപ്പം മാധ്യമങ്ങൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പീഡനത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച വൃദ്ധസദനത്തിലെ പീഡനം ഗൗരവമെന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. സിസ്റ്റം നിസ്സംഗത പാലിക്കുകയാണെന്ന് കോടതി വിമർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ 11-നാണ് തെന്മല വെള്ളിമലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രത്തിൽ വയോധികർ പീഡിപ്പിക്കപ്പെട്ടത്. കേസിൽ പ്രതിയായ അഭയകേന്ദ്രം നടത്തിപ്പുകാരൻ ബ്രഹ്മദാസ് റിമാൻഡിലാണ്. തെളിവെടുപ്പിനിടെയാണ് പുനർജനിയുടെ ഉടമയായ ബ്രഹ്മദാസ് മാധ്യമങ്ങൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയത്. വൈദ്യപരിശോധനയ്ക്കിടെ അസഭ്യവർഷവും മാധ്യമങ്ങൾക്ക് നേരെ നടത്തി. പോലീസുകാരെയും അസഭ്യം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മൊബൈൽ ഷോപ്പിൽ നിന്നും പണവും ഫോണുകളും കവർച്ച ചെയ്ത കേസിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ സ്ഥാപനത്തിലായിരുന്നു മോഷണം. 1,40,000 രൂപയും 4 ഫോണുകളുമാണ് ഇവർ മോഷ്ടിച്ചത്. അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ മൊബൈൽ മാൾ സ്ഥാപനത്തിൽ നിന്നും പണവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിലാണ് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായത്. ആറോ ജംഗ്ഷന് സമീപത്തുള്ള മുക്കട എന്ന സ്ഥലത്ത് ഒരു മൊബൈൽ ഷോപ്പ് ബ്രേക്ക് ചെയ്ത് ഏകദേശം ഒരു 3,87,000 രൂപയുടെ മുതലുകളും പൈസയും കൂടെ മോഷണം ചെയ്തു പോയ ഒരു കേസാണ്. അപ്പോൾ ഈ കേസ് നമുക്ക് രാവിലെ തന്നെ 23-ാം തീയതി വെളുപ്പിന് തന്നെ നമ്മൾ സ്റ്റേഷനിലേക്ക് വിവരം വരുന്നു. അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നു. ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് എല്ലാം വന്ന് ഇതിൻ്റെ എല്ലാ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായത് ഈ കടയിലെ ഒരു സ്റ്റാഫാണ് ഇതിനകത്ത് ഈ കുറ്റം ചെയ്യാനായിട്ട് പ്രതികൾക്ക്, അതായത് 1-2 പ്രതികൾക്ക് കുറ്റം ചെയ്യാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഈ കടയിലെ സ്റ്റാഫായ അഭിഷേക് എന്ന് പറയുന്ന പയ്യൻ ഇതിൻ്റെ ചാവി, അതായത് നമ്മുടെ ഈ ഷോപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങാവുന്ന ചാവി 1-ാം പ്രതിക്ക് കൊടുക്കുകയും 1-ാം പ്രതി 23-ാം തീയതി വെളുപ്പിന് ഒരു 1:30 മണിയോടുകൂടി 1ഉം 2ഉം പ്രതികൾ വന്ന് 1-ാം പ്രതി കടയ്ക്ക് ഉള്ളിൽ കയറുകയും 4 മൊബൈൽ ഫോണുകൾ, അതിനകത്ത് 2 ഫോൺ ഐഫോണാണ്, ഏകദേശം നല്ല വിലയുള്ള ഐഫോണാണ്. അപ്പോൾ 4 ഫോണുകൾ എടുക്കുകയും ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന 1,40,000 രൂപ മോഷണം ചെയ്തുകൊണ്ട് പോയിട്ട് 1ഉം 2ഉം പ്രതികൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഈ അന്വേഷണം നടത്തി 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഈ മുതലുകൾ ഇവരെ വീട്ടിൽ നിന്ന് നമ്മൾ ബന്ധവസ്ഥയിലെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കരുകോൺ ഷാൻ മൻസിലിൽ നാസിം സുൽത്താൻ, ഭാര്യ തുടയന്നൂർ ചാണപ്പാറ ഷിബു ഭവനിൽ ആര്യ, ചണ്ണപ്പേട്ട ഒറ്റത്തെങ്ങുവിള വീട്ടിൽ അഭിഷേക് എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മോഷണം. കടയിലെ ജീവനക്കാരനായ അഭിഷേകിന്റെ സഹായത്തോടെയാണ് ഇവർ മോഷണം നടത്തിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷണത്തിന് സഹായം ചെയ്തു കൊടുത്തത് അഭിഷേകാണെന്ന് വ്യക്തമായി. 1,40,000 രൂപയും ഉയർന്ന വിലയുള്ള 4 മൊബൈൽ ഫോണുകളുമാണ് ഇവർ കടയിൽ നിന്നും മോഷ്ടിച്ചത്. പ്രതികളുടെ വീട്ടിൽ നിന്നും പോലീസ് മോഷണ സാധനങ്ങൾ കണ്ടെത്തി. കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 3 പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വീണ്ടും ടിപ്പർ അപകടം. പത്തനാപുരം പട്ടാഴി ആറാട്ടുപുഴയിൽ ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പട്ടാഴി മെതുകുമ്മേൽ സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന വിനീതാണ് മരിച്ചത്. ഒരേ ദിശയിൽ വരികയായിരുന്ന ടിപ്പറും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്.
കൊട്ടാരക്കര നീലേശ്വരം മുക്കോണിമുക്കിൽ 3 ജീവൻ നഷ്ടമായതിന്റെ നടുക്കം മാറും മുമ്പ് പട്ടാഴി ആറാട്ടുപുഴയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിന്റെ ജീവനെടുത്ത ടിപ്പർ ലോറിയുടെ മരണപ്പാച്ചിൽ. പട്ടാഴി വടക്കേക്കര മെതുകുമ്മേൽ വിനീത് ഭവനത്തിൽ സുധാമണിയുടെ മകൻ വിനീതാണ് ബുധനാഴ്ച ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. ബുധനാഴ്ച രാത്രി 7:30 ആറാട്ടുപുഴ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. വെൽഡിംഗ് തൊഴിലാളിയായ വിനീത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് സംഭവം. സ്കൂട്ടറിനെ മറികടന്ന് അമിത വേഗത്തിലെത്തിയ ടിപ്പർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. റോഡിൽ വീണ വിനീതിന്റെ ശരീരത്തിലൂടെ ടിപ്പർ ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി. ഓടിക്കൂടിയ നാട്ടുകാർ ഗുരുതരമായി പരിക്കേറ്റ വിനീതിനെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മന്ത്രിയുടെ തലയിൽ പായസം വീണ സംഭവം ഡിവൈഎസ്പി അന്വേഷിക്കും. പ്രിയദർശിനി ബസ് യാത്രയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനത്തിനിടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. അന്വേഷണം സംബന്ധിച്ച് ഉത്തരവ് കൈമാറി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂടുപായസം വീണ സംഭവം ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. പ്രിയദർശിനി സ്ത്രീ സൗജന്യ ബസ് യാത്രയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനത്തിനിടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. വിഷയത്തിൽ പോലീസിന്റെ ജാഗ്രതക്കുറവ് മറച്ചുവെക്കാൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ഉദ്ഘാടന വേളയിൽ ബസ്സിൽ യാത്ര ചെയ്യവെയാണ് മന്ത്രിയുടെ ശരീരത്തേക്ക് പായസം വീണത്. എന്നാൽ ബസ്സിൽ തിരക്കുണ്ടായ സമയത്ത് ജാഗ്രതയോടെ നിൽക്കേണ്ട പോലീസിന് വീഴ്ചയുണ്ടായി. സംഭവത്തിൽ ആർക്കും പരാതിയില്ലെന്ന കാരണം മുൻനിർത്തി അന്വേഷണം നടത്താതിരിക്കുകയാണ് സിറ്റി പോലീസ് ചെയ്തതെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സംസ്ഥാന പോലീസ് മേധാവി തിരുവനന്തപുരം റേഞ്ച് DIGക്ക് ഉത്തരവ് കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. കൊട്ടാരക്കര ഉമ്മന്നൂരിലായിരുന്നു അപകടം. അർക്കന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 7 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കൊട്ടാരക്കര ഉമ്മന്നൂരിലാണ് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. അർക്കന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടെ കമ്പങ്കോട് കൊച്ചുകുന്നുംപുറത്ത് വെച്ചായിരുന്നു അപകടം. ബസിന്റെ സ്റ്റിയറിംഗ് തകരാറിലായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് റോഡരികിലേക്ക് നീങ്ങി മരത്തിലിടിച്ചാണ് നിന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ്സിലുണ്ടായിരുന്ന ഏകദേശം 20 വിദ്യാർത്ഥികളിൽ 7 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 വിദ്യാർത്ഥികൾക്ക് താരതമ്യേന കൂടുതൽ പരിക്കുണ്ടെങ്കിലും ഗുരുതരമല്ലെന്നാണ് വിവരം. ഇന്ന് രാവിലെ 9:05 നമ്മുടെ തേവന്നൂർ കൊച്ചുകുന്നുംപുറം വഴി വയനാമല ആയിരോട്ട് പോകുന്ന അർക്കന്നൂർ VHS വാൻ ഒരു അപകടത്തിൽപ്പെട്ടു. കാരണം വണ്ടി ഓടിച്ച് വരുന്ന വഴിക്ക് സ്റ്റിയറിംഗ് സ്റ്റക്കാവുകയും വന്ന് ഇടിച്ച് ഒരു മരമായിട്ട് ഇടിച്ച് നിൽക്കുകയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് നിസ്സാരമായ പരിക്കുകളുണ്ടായിരുന്നു. ഇത് ഉടൻ തന്നെ ഞാനും സമീപവാസികളുമായിട്ട് ഇടപെട്ട് ഉടൻ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയുണ്ടായി. അത് ആർദ്ര ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഞാൻ അവിടെയുള്ള സ്കൂളിൻ്റെ അധികൃതരെ വിളിച്ചു പറയുകയും അവിടുന്ന് HM ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് കടന്നു വരികയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അയത്തിൽ നളന്ദ നഗറിലുള്ള CTV ബിൽഡിംഗിലാണ് മേഖലാ ഓഫീസ് പ്രവർത്തിക്കുന്നത്. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും CTV MDയുമായ സാജൻ മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം മേഖലാ കമ്മിറ്റി ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. അയത്തിൽ നളന്ദ നഗറിലുള്ള CTVയുടെ കെട്ടിടത്തിലാണ് കൊല്ലം മേഖലാ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും CTV MDയുമായ സാജൻ മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മേഖലയുടെ അംഗം എന്ന രീതിയിൽ പോയതിന്റെ സന്തോഷം കൂടി ഈ വേളയിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ ജില്ലയിൽ ഉണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റി വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നതാണ് എല്ലാ മേഖലകളും കൃത്യമായി അവരുടെ ഓഫീസ് സംവിധാനം കൃത്യമായി സംഘടിപ്പിക്കപ്പെടണമെന്നും അവിടെ കൃത്യമായ രീതിയിൽ ഓഫീസ് പ്രവർത്തനം മെച്ചപ്പെട്ടു പോകണമെന്നും ഇവിടെ ഇപ്പോൾ നമ്മുടെ മേഖലാ സെക്രട്ടറി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ഇതിന്റെ ഉദ്ഘാടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ശേഷം നടക്കുന്ന ഇനി വരുന്ന ദിവസങ്ങളെല്ലാം കൃത്യമായി ഈ മേഖലാ കമ്മിറ്റി ഓഫീസ് കൃത്യമായ പ്രവർത്തനത്തോടുകൂടി നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ചെയ്തു തരാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന കാര്യത്തിൽ അദ്ദേഹം ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. COA കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് S. പിള്ള, സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് KT വിനോദ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമീർ ഖാൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചെറുകിട കർഷകരെയും കൂട്ടായ്മകളെയും ശക്തിപ്പെടുത്തി കാർഷിക ഉൽപ്പന്നങ്ങളെ
ദേശീയ അന്തർദേശീയ വിപണിയിലേക്ക് ഉയർത്തി സുസ്ഥിര വിലയും വിപണിയും ഉറപ്പാക്കുന്ന പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ തുടക്കമാകുന്നു. കൃഷിവകുപ്പിന്റെ കേര പദ്ധതിക്കാണ് തുടക്കമായത്. പ്രൊഡക്റ്റീവ് അലയൻസ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചെറുകിട കർഷകരെയും കൂട്ടായ്മകളെയും ശക്തിപ്പെടുത്തി കാർഷിക ഉൽപ്പന്നങ്ങളെ ദേശീയ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി സുസ്ഥിര വിലയും വിപണിയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് കേര. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയിലെ പ്രൊഡക്റ്റീവ് അലയൻസ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് കർഷക കൂട്ടായ്മകളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യാന്തര വിപണിയിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടി കൊല്ലത്ത് നടന്നു. കോർപ്പറേഷൻ മേയർ AK ഹാഫീസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ അർത്ഥത്തിലും കാർഷിക രംഗത്ത് മാറ്റങ്ങൾ അല്പവും പൂർണ്ണമായും നിവർത്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രമാണ്. കൊല്ലം ജില്ലയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടായിരുന്നത് 1400 വർഷം പഴക്കമുള്ളൊരു നഗരമാണ് കൊല്ലം. അതിന്റെ ഒരു മധ്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത മലഞ്ചരക്ക് വ്യാപാരമായിരുന്നു. കശുവണ്ടിയൊക്കെ പിന്നെ വന്നതാ. കശുവണ്ടി മേഖലയെ പ്രവർത്തിച്ച് വരുമ്പോൾ ഇരിപ്പുണ്ട്. അപ്പൊ തീർച്ചയായും നമുക്ക് കശുവണ്ടി മേഖലയൊക്കെ മാറ്റിവെക്കുമ്പോൾ ഇപ്പൊ കശുവണ്ടി മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പഴയകാല നമ്മുടെ പ്രൗഢിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയണമെങ്കിൽ നമുക്ക് പല മേഖലകൾ പുതുതായി കണ്ടെത്തേണ്ടതിന് നിലയിൽ പഴയ മലഞ്ചരക്ക് വ്യാപാരത്തിന് കിഴക്കൻ മേഖലകളിലായിരുന്നു കൊല്ലത്തേക്ക് വരികയും കൊല്ലത്ത് അന്ന് നമ്മുടെ കൊല്ലം തോടും അഷ്ടമുടി കായലും അതിനോടൊപ്പം കടലും ഒക്കെ ചേർന്ന്. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അനീസ MS അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രൊക്യൂർമെന്റ് ഓഫീസർ സുരേഷ് സിത്തമ്പി കേര പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. പ്രൊഡക്റ്റീവ് അലയൻസ് സ്കീമിനെ കുറിച്ച് കേര ESSG നോഡൽ ഓഫീസർ ഡോക്ടർ S യമുന വ്യക്തമാക്കി. രഞ്ജിത് കുമാർ, വിഷ്ണു എന്നിവർ ക്ലാസ് എടുത്തു. ബിനു ബാലകൃഷ്ണൻ, സുരേഷ് MS, ബിജു K മാത്യു, സുനിൽ കുമാർ, ഡോക്ടർ ഷൈൻ കുമാർ, തോമസ് കോശി, വിനോദ് KV സന്തോഷ് ബാബു, രമേശ്, സുനിൽ കുമാർ S, ഡോക്ടർ അനിൽ പിള്ള, S നാസറുദ്ദീൻ, റീന രവീന്ദ്രൻ, ഷാനിദ R എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഭാവിയെ തകർക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നയങ്ങളെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കുമെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരീക്ഷാ സംവിധാനങ്ങളെ തകർത്ത് വിദ്യാർത്ഥികളുടെ ഭാവി കേന്ദ്ര സർക്കാർ പന്താടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ വലിയ തോതിൽ ഭരണപരമായ പരാജയങ്ങളും അഴിമതിയും അധികാര ദുർവിനിയോഗവും ഒരുമിച്ചു കണ്ട കാലഘട്ടം അപൂർവമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ യുവജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ദേശീയ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. അഴിമതിക്കെതിരെ സീറോ ടോളറൻസ് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ BJPയുടെ യഥാർത്ഥ മുഖം ഇന്ന് രാജ്യത്തിന് മുന്നിൽ അനാവൃതമാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിനായി രാജ്യത്തെ കോടിക്കണക്കിന് വിശ്വാസികൾ നൽകിയ സംഭാവനകളിൽ 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പും ക്രമക്കേട് നടന്ന റിപ്പോർട്ടുകൾ അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാമന്റെ പേരിൽ വോട്ട് ചോദിക്കുകയും വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയും ചെയ്ത BJPക്ക് രാമക്ഷേത്ര ഫണ്ടിന്റെ കണക്ക് പോലും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഈ വിശ്വാസത്തിന്റെ പേരിലും ദൈവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പേരിലുമൊക്കെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തിൽ ഒട്ടും ആത്മാർത്ഥതയില്ല എന്നതിന്റെ തെളിവാണ് അയോധ്യ അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നടന്നിരിക്കുന്ന കൊള്ള. അതുകൊണ്ട് BJPക്ക് വിശ്വാസത്തോടോ അല്ലെങ്കിൽ അമ്പലങ്ങളിലെ വിശ്വാസത്തിലോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കപട വിശ്വാസമാണെന്ന് തെളിയുകയാണ്. പകരം ഈ അമ്പലങ്ങളിലുള്ള സ്വത്ത് മോട്ടിക്കാനും കൊള്ളയടിക്കാനും വേണ്ടിയാണ് അമ്പലങ്ങൾ അവരുടെ കൈകളിൽ ഒതുക്കാൻ അവരുടെ നിയന്ത്രണമാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള തെളിവാണത്. കഴിഞ്ഞ 10 വർഷമായി പരീക്ഷാ സംവിധാനങ്ങളെ തകർത്തു. വിദ്യാർത്ഥികളുടെ ഭാവി BJP സർക്കാർ പന്താടുന്നു. ദേശീയ തലത്തിലുള്ള പരീക്ഷകളിൽ ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ചകളും ക്രമക്കേടുകളും തെളിയിക്കുന്നത് പരീക്ഷാ നടത്തിപ്പ് ഏജൻസികളുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നാണ്. ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇന്ത്യയിലെ ആകമാനമുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ കരുതലിലാക്കിയ ഈ സംഭവം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ വിദ്യാർത്ഥികളോട് ഒരു ആശ്വാസ വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രധാനമന്ത്രിയുടെ സമീപനം എന്താണ് എന്നതിന് തെളിവാണ്. അഴിമതിക്കാർക്ക് കൂട്ടുനിൽക്കുന്ന കുടപിടിക്കുന്ന ഒരു നിലപാടാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന സമരാഹ്വാനം കൊല്ലം ജില്ലയിലും DCCയുടെ നേതൃത്വത്തിൽ ശക്തമായും സജീവമായും സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ
കുടുംബവും മുഖ്യമന്ത്രിയും വലിയൊരു ഭൂമി തട്ടിപ്പ് നടത്തി, ഏതാണ്ട് വലിയ അനധികൃതമായ ഭൂമി തട്ടിപ്പ് നടത്തി 200 കോടി രൂപ അഴിമതി നടത്തി എന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും BJPയുടെ പൊയ്മുഖം അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പരീക്ഷകൾ ക്രമക്കേട്, അമ്പലങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. BJPയുടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. ഇവിടെയൊന്നും അന്വേഷണ ഏജൻസികൾ പോകുന്നില്ല, ഇവിടെയൊന്നും ED പോകുന്നില്ല, ഇൻകം ടാക്സ് പോകുന്നില്ല, CBI പോകുന്നില്ല, മറ്റൊരു അന്വേഷണ ഏജൻസി ഒരു BJPക്കാരനെയും ഒരു RSSനെയും നേതാക്കളെയും അവരുടെ വീടുകളിൽ പോവുകയോ അവരിൽ നിന്ന് തെളിവെടുപ്പ് നടത്തുകയോ അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറി ഷാനവാസ് ഖാൻ, DCC വൈസ് പ്രസിഡന്റ് വിപിനചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനർജനി അഭയ കേന്ദ്രത്തിലെ പീഡനം, പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ്, മാധ്യമങ്ങൾക്ക് നേരെ നഗ്നതാ പ്രദർശനം, മാധ്യമപ്രവർത്തകർക്കും പോലീസിനും നേരെ അസഭ്യം. വീണ്ടും ടിപ്പർ അപകടം. പത്തനാപുരം പട്ടാഴി ആറാട്ടുപുഴയിൽ ടിപ്പർ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പട്ടാഴി മെതുകുമ്മേൽ സ്വദേശി വിനീതാണ് മരിച്ചത്. ഒരേ ദിശയിൽ വരികയായിരുന്ന ടിപ്പറും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. മൊബൈൽ ഷോപ്പിൽ നിന്നും പണവും ഫോണുകളും കവർച്ച ചെയ്തു. കേസിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ സ്ഥാപനത്തിലായിരുന്നു മോഷണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.